നമസ്കാരം. സഖാവ് കെ ഇ ഇസ്മായിലിനെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് 6 മാസത്തേക്ക് പുറത്താക്കിയിരിക്കുന്നു. കേട്ടാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ നടക്കുന്ന ഒരു സാധാരണ സംഭവം എന്ന് തോന്നും. 6 മാസത്തേക്ക് സസ്പെൻഷൻ കൊടുത്ത് ഏതെങ്കിലും ഒരു പ്രവർത്തകനെ, ഒരു നേതാവിനെ ഒരു ഡോസ് കൊടുത്ത്, ഒരു മുന്നറിയിപ്പ് കൊടുത്ത്, ഒരു താക്കീത് കൊടുത്ത് തിരുത്തിയെടുത്ത് ശക്തിപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു നടപടിയാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം. പക്ഷേ ഇതങ്ങനെയല്ല. കാരണം കെ ഇ ഇസ്മായിൽ ഒരു ചെറിയ നേതാവല്ല. കെ ഇ ഇസ്മായിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് എന്തെങ്കിലും കൊച്ചു അബദ്ധത്തിന് കൊച്ചു ശിക്ഷ കൊടുക്കാവുന്ന ഒരു ചെറിയ നേതാവുമല്ല. കെ ഇ ഇസ്മായിലിന് ഇന്ന് 83-84 വയസ്സുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോളം മുതിർന്ന ഒരു കുറവാണ് എന്ന് മാത്രമല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ തലമുറയിൽ വരുന്ന നേതാക്കന്മാരും വിരളമാണ്. അദ്ദേഹം ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലേ, 83 കൊല്ലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന പ്രസ്ഥാനം വഴി വന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, അദ്ദേഹം ഇന്ത്യൻ പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ച പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിട്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി മാറുകയാണ്. YF-ലൂടെയാണ് വന്നത്. കഴിഞ്ഞ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1968 മുതലോ മറ്റോ അദ്ദേഹം സംസ്ഥാന കൗൺസിലുണ്ട്. 68 എന്ന് പറഞ്ഞാൽ അത്രയും കാലം, 55-60 കൊല്ലത്തോളം, 55-56 കൊല്ലത്തോളമായിട്ട് അദ്ദേഹം സംസ്ഥാന കൗൺസിലുണ്ട്. അദ്ദേഹം ദേശീയ കൗൺസിൽ അംഗമായിരുന്നു. എല്ലാ അർത്ഥത്തിലും അദ്ദേഹം 3 തവണ MLA ആയിരുന്നു, 1 തവണ മന്ത്രിയായിരുന്നു, 1 തവണ രാജ്യസഭാംഗമായിട്ടുണ്ട്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് നേടാനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരമായി സേവിച്ച ഒരാളാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നത് ഏറ്റവും ദീർഘകാലം സംസ്ഥാന CPIയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയ കാലം 33 കൊല്ലം തുടർച്ചയായിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 33 കൊല്ലം തുടർച്ചയായിട്ട് പാർട്ടിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. ഒരിക്കൽ പോലും അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി ആവാനുള്ള യോഗമുണ്ടായിട്ടില്ല. അതിന് പല കാരണങ്ങളിൽ അദ്ദേഹം പല കാലങ്ങളിൽ അതാത് കാലത്തെ പാർട്ടി ലീഡർഷിപ്പിനോട് ആശയപരമായ പോരാട്ടത്തിൽ ഏർപ്പെട്ട ഒരാളാണ്. ആ പോരാട്ടം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നടക്കട്ടെ, എനിക്ക് യാതൊരു വിഷമവുമില്ല. ഒരു കാര്യം കൂടി അദ്ദേഹം ചേർത്ത് പറഞ്ഞു, ഞാൻ വളർത്തിയ കുട്ടികൾ എനിക്ക് തന്ന സമ്മാനമാണ് ഈ പുറത്താക്കൽ എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് കെ ഇ ഇസ്മായിലിനെ ഈ പ്രായത്തിൽ ഒരാളെ ഒരു ചെറിയ ശിക്ഷാ നടപടി കൊടുത്തിട്ട് തിരുത്തിയെടുക്കാൻ, കൂടുതൽ മെച്ചപ്പെട്ട കേഡറാക്കിയെടുക്കാനുള്ള പാർട്ടി നടപടികളുടെ ഭാഗമാണോ ഈ പുറത്താക്കൽ? അങ്ങനെയല്ലല്ലോ. കാരണം ഇത്രയും വയോധികനെന്ന് വിളിക്കാവുന്ന അദ്ദേഹം, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചിട്ട കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് കൊണ്ട് അദ്ദേഹം ഇപ്പോഴും ആരോഗ്യത്തോടെ നിൽക്കുന്നു എന്നത് ശരിയാണ്. പക്ഷേ 83 വയസ്സുള്ള ഒരാൾക്ക് ഇനി ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ സേവനങ്ങളും ചെയ്തു കഴിഞ്ഞ, ഇപ്പോഴും സജീവമായി പാർട്ടി ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരാൾ. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കെ ഇ ഇസ്മായിൽ എന്ന സഖാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, അദ്ദേഹത്തിന് നേരിട്ട് പേര് വിളിക്കാവുന്ന തരത്തിൽ ഈ സംസ്ഥാനത്തെ, ദേശീയ തലത്തിലെ കാര്യം എനിക്കറിഞ്ഞൂടാ, സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ വാർഡുകളിലും അദ്ദേഹത്തിന് നേരിട്ട് പേര് വിളിച്ച് അറിയാവുന്ന അത്ര ആത്മബന്ധം, ഒരു ദിവസമല്ല, എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോഴല്ല, എന്നും നിരന്തരമായ ബന്ധം നിലനിർത്തുന്ന, പാർട്ടി സഖാക്കളുമായി ഇത്രയേറെ അടുത്തിടപെടുകയും ആത്മബന്ധം നിലനിർത്തുകയും അവരുടെ ഓരോ ജീവിത വ്യാപാരങ്ങളിലും ഇടപെടുകയും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നന്മയിലും സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ പങ്കാളിയാവുകയും ചെയ്യുന്ന വല്ലാത്ത ആത്മബന്ധമുള്ള ഒരാളാണ്. അതാണ് കെ ഇ ഇസ്മായിൽ. അങ്ങനെ ഒരു നേതാവിനെ ഈ പ്രായത്തിൽ, ഈ കാലത്ത് ഒരു വാർത്തയുണ്ടാക്കി നടപടിയെടുത്ത് അപമാനിക്കാൻ എന്താണ് കാരണം? ഇപ്പോൾ പറഞ്ഞ കാരണം വളരെ സിമ്പിളാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന, CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് പി രാജു അടുത്ത കാലത്ത് മരിച്ചു. ക്യാൻസർ രോഗമെന്നാണ് മരിച്ചത്. 73-ാം വയസ്സിലാണ്. അതൊന്നും ഇന്നത്തെ കാലത്ത് ഈ ഒരു പ്രായമേ അല്ല. 73-ാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചു. രാജുവിൻ്റെ മരണത്തെ തുടർന്ന് രാജുവിൻ്റെ കുടുംബം വലിയ തോതിൽ പ്രതിഷേധിച്ചു. സ്വന്തം പാർട്ടി നേതൃത്വം അദ്ദേഹത്തോട് കാണിച്ച, പി രാജുവിനോട് കാണിച്ച പലതരത്തിലുള്ള അന്യായങ്ങളോട് മനസ്സ് നൊന്താണ് അദ്ദേഹം രോഗിയായത്. അതുകൊണ്ട് അദ്ദേഹത്തെ കൊന്നതാരാണ്? പാർട്ടിയാണ് എന്ന് ഞങ്ങൾ പറയും. അതുകൊണ്ട് ആ പാർട്ടി ഓഫീസിൽ പി രാജുവിൻ്റെ മൃതദേഹം പോലും പൊതുദർശനത്തിന് വെക്കാൻ പോലും പാടില്ല എന്ന കുടുംബം വാശി പിടിച്ചു.
പാർട്ടി പ്രതിരോധത്തിലാണ്. കാരണം പാർട്ടിയുടെ അതിക്രമം കൊണ്ടാണ് പി രാജുവിനെ പോലെ. പി രാജുവും ചെറിയ നേതാവല്ല, 3 തവണ MLA ആയിരുന്നയാളാണ്, ദീർഘകാലം പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നയാളാണ്. അങ്ങനെ ഒരാളുടെ മരണം പോലും പാർട്ടി കാരണമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ആക്ഷേപിക്കുമ്പോൾ ചെറിയ കാര്യമല്ല. പക്ഷേ ആ കുടുംബത്തോടൊപ്പം നിൽക്കുകയും ആ രംഗം ശാന്തമാക്കുകയും ആ കുടുംബത്തിൻ്റെ വികാരം ശരിയാണ് എന്ന് ശരിവെക്കുകയും പാർട്ടിക്ക് വേണ്ടി അവിടെ വളരെ പരസ്യമായി ഒരു പ്രതികരണം കെ ഇസ്മായിൽ നടത്തി. കെ ഇസ്മായിൽ പറഞ്ഞത് ആ കുടുംബത്തിൻ്റെ വികാരത്തിൽ ശരിയുണ്ട്, ആ സഖാവിന് തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വത്തിൻ്റെ ചില നടപടികളോട് വലിയ മനോവേദന അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് ശരിവെച്ചതോടുകൂടി ആ പ്രശ്നം അവസാനിക്കുകയും സത്യത്തിൽ അത് ആ സംഭവിച്ചത് നീ എന്തായാലും മരിച്ചല്ലോ, അങ്ങനെ അബദ്ധങ്ങൾ വല്ലതും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നടപടികൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് പരിശോധിക്കുന്നൊക്കെ പറഞ്ഞ് പാർട്ടി ലീഡർഷിപ്പിനെ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അത് പക്ഷേ ആ പേരിലാണ് പി രാജുവിൻ്റെ മരണത്തെ തുടർന്ന് ആ കുടുംബം പാർട്ടിക്കെതിരെ നിന്ന ഘട്ടത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്ന കാരണം പറഞ്ഞിട്ടാണ് ഇപ്പോൾ കെ ഇസ്മായിലിനെ പുറത്താക്കിയിരിക്കുന്നത്. ഒരു വളരെ ദയനീയമാണ്. സത്യത്തിൽ അതാണോ അതിന് കാരണം? കെ ഇസ്മായിലിനെ പുറത്താക്കിയതിന് CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരായി കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാനത്താകെ വ്യാപകമായി ഉയർന്നു വരുന്ന വലിയ അമർഷത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഒരു കേന്ദ്രബിന്ദുവാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന നേതൃത്വം കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയ കാലം തൊട്ട് പാർട്ടി വലിയ തോതിൽ സഞ്ചരിക്കുന്നത് എങ്ങോട്ടാണ്? പാർട്ടിയിൽ വന്നിരിക്കുന്ന വലിയ പ്രതിഷേധം എല്ലാ ജില്ലകളിലും പ്രകടമാണ്. എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്നത്. ഇപ്പോൾ കെ ഇസ്മായിലിൻ്റെ ജില്ല പാലക്കാട് ജില്ലയിലെ മഹാഭൂരിപക്ഷം CPIക്കാരും പാർട്ടിക്ക് പുറത്താണ്. അവർ സേവ് CPI ഫോറം ഉണ്ടാക്കിയിട്ട് വലിയ പരിപാടികൾ നിരന്തരമായി സമാന്തര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സഖാവ് മണികണ്ഠൻ ആണ് അവരുടെ നേതൃത്വം നൽകുന്നത്. കെ ഇസ്മായിൽ പ്രത്യക്ഷമായി അതിൻ്റെ പിന്നില്ല. പക്ഷേ കെ ഇസ്മായിൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാനം രാജേന്ദ്രൻ്റെ കാലം തൊട്ട് രൂപപ്പെട്ട ഒരു കോക്കസ്, ആ കോക്കസിനെതിരായി ഇല്ലാത്ത ആരോപണങ്ങളില്ല. ഏറ്റവും വലിയ വലിയ അഴിമതി ആരോപണങ്ങൾ നേരിടുന്നവരാണ് അതിൽ മിക്കവാറും. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് ഉൾപ്പെടെ എത്രയോ പേരുടെ പേര് സമാനമായ ചിന്ത പലപ്പോഴും ഇത്തരത്തിൽ ഒരു പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് വന്നില്ലെങ്കിൽ പോലും പല ജില്ലകളിലുമുണ്ട്. മലപ്പുറം ജില്ലയിൽ അങ്ങനെ വ്യാപകമായ പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. എത്രയോ പേര് പാർട്ടിയിൽ നിശബ്ദരായി പോയിട്ടുണ്ട്, പാർട്ടിയിൽ നിന്ന് മറ്റു പല പാർട്ടികളിലേക്കായി ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടൊരു സമാന്തര പാർട്ടി അവിടെ ഉണ്ടായി വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അതേസമയത്ത് പത്തനംതിട്ട ജില്ലയിൽ സഖാവ് എ പി ജയനെ ഇതുപോലെ പുറത്താക്കി അദ്ദേഹത്തെ താഴേ ഘടകത്തിലേക്ക് അന്ന് ആലോചിച്ച് നോക്കൂ. ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാളെ കൊണ്ടുപോയി സംസ്ഥാന കമ്മിറ്റിയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളെ കൊണ്ടുപോയിട്ട് ഈ ഒരു വാർഡ് തലത്തിലേക്ക് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് വീണ്ടും അനുസരണയുള്ളൊരു പാർട്ടി പ്രവർത്തകനായി നിശബ്ദനായി നിന്നുകൊണ്ട് അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോയി പ്രവർത്തിച്ച് അദ്ദേഹം ലോക്കൽ കമ്മിറ്റിയിലേക്ക് ഉള്ള സമ്മേളന പ്രതിനിധിയായി വന്നിട്ടേ ഉള്ളൂ. ഇനി അദ്ദേഹത്തിന് എത്ര കാലമെടുക്കും? അദ്ദേഹം ജീവിതകാലം മുഴുവൻ പാർട്ടി പ്രവർത്തനം നടത്തിയിട്ട് എത്തിച്ചേർന്ന ഒരു ഉത്തരവാദിത്വത്തിലേക്ക് അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റികളിലേക്ക് ഇനി എത്താൻ എത്ര കാലമെടുക്കും എന്നൊക്കെയുള്ള ചിന്തയുണ്ട്. അതിനെതിരായി എ പി ജയനെതിരായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട അവിടുത്തെ ഒരു AIYF നേതാവിനെ, വനിതാ നേതാവാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്ന ഒരു വനിതാ നേതാവാണ് എ പി ജയനെതിരായിട്ട് എന്തോ ആരോപണം പാർട്ടിക്ക് കൊടുത്തത്. ആ ആരോപണം അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് തെളിയുകയും ആ വനിതാ നേതാവിനെ YF-ൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഏറ്റവും ഒടുവിലത്തെ വാർത്ത ഞാൻ മനസ്സിലാക്കുന്നത്, കെ ഇസ്മായിലിനെ പോലെ എ പി ജയനും ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്നും അങ്ങനെ പാർട്ടിക്കകത്ത് നിലവിലുള്ള നേതൃത്വത്തിനെതിരെ പൊരുതിക്കൊണ്ടിരുന്ന പോരാളികളൊക്കെ ഒന്നിച്ച് മുന്നേറി വന്നാൽ നിലവിലുള്ള നേതൃത്വത്തിന് അത് വലിയ അപകടമാവുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ YF-ൽ നിന്ന് പുറത്താക്കിയ വനിതാ നേതാവിനെ കഴിഞ്ഞ ദിവസം വീണ്ടും തിരിച്ചെടുത്തു എന്ന്. അതാണ് പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെ നിർദ്ദേശപ്രകാരം. ഈ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഞാൻ മനസ്സിലാക്കുന്നത് 21 പേരോ മറ്റോ ആണ് എക്സിക്യൂട്ടീവിലുള്ളത്. പിന്നെ ഒരു 10 പേര് ക്ഷണിതാക്കളോ അങ്ങനെ. സംസ്ഥാന കൗൺസിൽ അതുപോലെയാണ്. സംസ്ഥാന കൗൺസിലിൽ 86 പേരോ മറ്റോ സംസ്ഥാന കൗൺസിലുണ്ട്, 10 പേര് ക്ഷണിതാക്കളുണ്ട്, പിന്നെ ഈ കൺട്രോൾ കമ്മീഷൻ അംഗങ്ങളുണ്ട്. 100-ലേറെ പേരാണ് സംസ്ഥാന കൗൺസിലുള്ളത്.
ഈ കൗൺസിലൊക്കെ തന്നെ രൂപപ്പെടുന്നത് ഈ അതുപോലെ തന്നെ പാർലമെൻ്ററി സ്ഥാനങ്ങൾ വീതം വെക്കുന്നതൊക്കെ തന്നെ കാനത്തിൻ്റെ കാലത്ത് രൂപപ്പെട്ട ഒരു കോക്കസിനാണ്. ആ കാലത്താണ്, ഒരു പക്ഷേ ഈ കാലഘട്ടത്തിലാണ് CPI ഏറ്റവും വലിയ അഴിമതി നേരിട്ടത്. അഴിമതി ഉൾപ്പെടെയുള്ള കോക്കസുകൾ രൂപപ്പെട്ടത്. എല്ലാ അധാർമികതയും CPI പാർട്ടിക്ക് പറയേണ്ടി വന്നു. മദ്യപാനികൾ പാർട്ടിയിലുണ്ടെങ്കിൽ അവർ വീട്ടിലിരുന്ന് കുടിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മദ്യം പോലുള്ള എല്ലാ ശീലങ്ങളും ആ ശീലങ്ങളൊക്കെ പാർട്ടിയിൽ വ്യാപകമായി ഉണ്ട്. ഇനി ദയവായിട്ട് നിങ്ങൾ പാർട്ടി ഓഫീസിൽ ഇരുന്ന് കുടിക്കരുതെന്നോ പൊതുവേദിയിൽ വന്ന് കുടിക്കരുതെന്നോ എന്നൊക്കെ അതിന് അർത്ഥമുള്ളൂ. എന്ന് പറഞ്ഞാൽ കാനത്തിൻ്റെ കാലം തൊട്ട് രൂപപ്പെട്ട ഒരു കൾച്ചറുണ്ട്. നിങ്ങൾ ഇപ്പോൾ പൊതുജീവിതത്തിൽ അധാർമികം എന്നൊക്കെ പറയുന്ന എല്ലാം ചേർന്ന ഒരു പരുവത്തിലേക്ക് ഒരു വഴിയിലൂടെ പാർട്ടി സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാനുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നൊരു പ്രക്രിയ. ആരുടെ പേരിലും നടപടിയെടുക്കാം, ആരെയും പുറത്താക്കാം. പുറത്താക്കിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പുറത്താക്കുന്ന ഗുണത്തിലേറെ ദോഷം ചെയ്യുമോ? ഇനി പുറത്താക്കുന്നതിന് മുമ്പ് ആ പുറത്താക്കപ്പെടുന്നയാളെ ബോധ്യപ്പെടുത്തണ്ടേ? തീർച്ചയായിട്ടും പുറത്താക്കുന്നയാളെ ബോധ്യപ്പെടുത്തണ്ടേ? അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമം നടക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ധാരാളം പരാതികൾ. ഇപ്പോൾ ചെങ്ങറ സുരേന്ദ്രനെയാണ് ഏറ്റവും ഒടുവിൽ പുറത്താക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതി ആരോപണം പറയുന്നു. അദ്ദേഹം ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു കോളേജിലെ നിയമനത്തിന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കോളേജുകളും ഒക്കെ നടത്തുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അവിടുത്തെ ഒരു നിയമത്തിന് കാശ് വാങ്ങിയെന്നാണ് ആരോപണം. കേൾക്കുന്നവർക്കൊക്കെ തമാശയാണ്. കാരണം ഇതിനേക്കാൾ വലിയ കൊള്ള പാർട്ടിയുടെ പേരിൽ നടത്തിയതായിട്ട് എത്രയോ തവണ ആരോപണം പുറത്തു വന്ന കേസുകളുള്ള പലരും ഈ എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ നടപടികൾ വരുന്നത്. ഇസ്മായിലിനെതിരെ, ചെങ്ങറ സുരേന്ദ്രനെതിരെ. ഇസ്മായിൽ തുല്യതയില്ലാത്ത, തീർച്ചയായിട്ടും ഇസ്മായിലിനെതിരെയുള്ള നടപടി CPIക്കകത്തെ യഥാർത്ഥത്തിൽ CPI ഉണ്ടായി വന്ന കാലം തൊട്ട്, മീൻസ് CPI എന്ന പാർട്ടി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊക്കെ ആ പാർട്ടിയെ നയിക്കുകയും പാർട്ടി പ്രവർത്തകന്മാരുടെ കൂടെ നിൽക്കുകയും അവരുടെ വേദനകൾ പങ്കിടുകയും ചെയ്ത ഒരു നേതാവെന്ന നിലയിൽ ഇസ്മായിലിനെതിരെയുള്ള നടപടി അത്ര എളുപ്പം തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഞാൻ കാണുന്നത്, അടുത്ത കാലത്ത് ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ പാർട്ടിക്കകത്തുള്ളതിനേക്കാൾ കൂടുതൽ CPIക്കാർ പുറത്താണ്. അവരുടെ പരിപാടികളിലൊക്കെ ആവശ്യം വരുമ്പോൾ അവർ നടത്തുന്ന പല പരിപാടികളിലും നേരിട്ടല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് EP ഗോപാലേട്ടൻ്റെ അനുസ്മരണം പാർട്ടിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി നടത്തിയ പരിപാടിയിലല്ല. ഈ പാർട്ടിക്കൊട്ടും ഇഷ്ടമല്ലാത്ത വിധം EP കുടുംബം അവരുടെ വീട്ടിൽ വെച്ച് നടത്തിയ അനുസ്മരണ പരിപാടിയിൽ പാർട്ടി ജില്ലാ നേതൃത്വം ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെടുകയും പാർട്ടി ജില്ലാ നേതൃത്വം പങ്കെടുക്കാതിരിക്കുകയും ചെയ്ത പരിപാടിയിൽ ഇസ്മായിൽ ഉണ്ടായിരുന്നു. ഇസ്മായിലിനെ EP ഗോപാലിനെ അനുസ്മരിക്കാൻ ആരോടും എനിക്ക് ചോദിക്കേണ്ടതില്ല. അതൊരു നിലപാടാണ്. അതുകൊണ്ട് പാർട്ടി സംസ്ഥാന നേതൃത്വം ഇസ്മായിലിനെ ഭരിച്ചു കളയാം, നിലക്ക് നിർത്തിക്കളയാം എന്ന് വിചാരിക്കുന്നത് CPI പോലൊരു പാർട്ടിയിൽ, പ്രത്യേകിച്ച് ഇസ്മായിലിനെ പോലൊരു നേതാവിനോട് പ്രത്യേകിച്ചും അങ്ങനെ വിലപ്പോകുന്നൊരു സംഗതിയാണെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ CPIയുടെ ഏറ്റവും പുതിയ നേതൃത്വം അങ്ങേയറ്റം പരിഹാസ്യമായ നിലപാടുകളാൽ ശ്രദ്ധേയമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സഖാവ് ബിനോയ് വിശ്വം സെക്രട്ടറിയായി വരുന്ന വഴി തന്നെ അങ്ങേയറ്റം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്ന് എല്ലാ കോണുകളിൽ നിന്നും വിമർശിക്കപ്പെട്ടതാണ്. അദ്ദേഹം സെക്രട്ടറി ആയതിൻ്റെ കാര്യം പറയുന്നത് കാനം മരണശൈലിയിൽ കിടന്ന് കൊടുത്ത ആരോടൊക്കെയോ പറഞ്ഞ ഒസ്യത്താണത്രേ ബിനോയ് വിശ്വത്തിനെ സെക്രട്ടറി ആക്കണം. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ ഒസ്യത്ത് പ്രകാരം സെക്രട്ടറി ആകുന്ന ഒരാൾ, അതാണ് തമാശ. അദ്ദേഹം പിന്നീട് വിവാദം ഉണ്ടാക്കിയത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, രാജ്യസഭയിലേക്ക് PP സുനീർ എന്ന പാർട്ടി അസിസ്റ്റൻറ്റ് സെക്രട്ടറിയെ നോമിനേറ്റ് ചെയ്യുമ്പോൾ പാർട്ടി നേതാവിന് കൊടുത്ത ബഹുമതിയാണെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന അംഗീകാരമാണെന്ന് പറഞ്ഞാൽ മതി, അതിന് പകരം ഞങ്ങൾ ന്യൂനപക്ഷത്തിന് കൊടുക്കുന്ന പരിഗണനയാണ് PP സുനീറിന് കൊടുത്തിരിക്കുന്നതെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്യുന്നതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻ്ററി സ്ഥാനങ്ങൾ എന്ന ചോദ്യം വന്നു. ഈ കേരളത്തിലാകെ ഏതെല്ലാം ജില്ലകളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ഒരു പ്രശ്നവും ഒരിക്കലും പരിഹരിക്കാതെ ഇത്തരത്തിൽ പരാതിക്കാരുടെ വാക്കുകൾ കേൾക്കാതെ, ഇനി കേട്ടാൽ തന്നെ ഒരു നടപടിയും എടുക്കാതെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ ഒരു പാർട്ടി സെക്രട്ടറിയായി ബിനോയ് വിശ്വം ഇപ്പോൾ CPIയുടെ തലപ്പത്തുണ്ട്. അതുകൊണ്ട് തന്നെ
CPI വലിയ പതനത്തിലേക്കോ വലിയ പ്രതിസന്ധികളിലേക്കോ പോകുന്നു എന്നത് അത് സ്വയംകൃത അനർത്ഥമാണ്. തീർച്ചയായിട്ടും CPI അതിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ നിന്ന് വിട്ട് പാർട്ടി സഖാക്കളുടെ പ്രശ്നങ്ങളെ നേർക്കുനേരെ കണ്ട് ഒരു ആരുടെയൊക്കെ ആനി രാജ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ അവർ തന്നെ പറയുന്നു, എൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി പിരിച്ച കാശ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആനി രാജയെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു, കാശ് പിരിക്കാൻ വേറെ ആരൊക്കെയോ ഇറങ്ങുന്നു, അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാൻ പോലും തയ്യാറായില്ല. അതേ സീറ്റിൽ, വയനാട് സീറ്റിൽ ഒരിക്കൽ പൊരുതിയ ആൾ തന്നെയല്ലേ വീണ്ടും പൊരുതാൻ നല്ലത്? അതിനേക്കാൾ ദയനീയമായ പതനത്തിലേക്ക് ആനി രാജ മത്സരിച്ച വോട്ടുകൾ പോലും കിട്ടാതെ ദയനീയമായ പതനത്തിലേക്കാണ് CPI പോയത്. തീർച്ചയായിട്ടും CPIയുടെ പോക്ക് അങ്ങേയറ്റം അപകടകരമായ സ്ഥിതിയിലേക്കാണ് എന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. അവരുടെ അണികൾ തീർച്ചയായിട്ടും അത് കാണുന്നുണ്ട്. അണികൾ വലിയ രോഷത്തിലും അമർഷത്തിലും സങ്കടത്തിലും ആണ്. ആ സങ്കടത്തിൻ്റെ ഒടുവിലത്തെ തെളിവാണ് സഖാവ് K. ഇസ്മായിലിനെ പുറത്താക്കിയ നടപടിക്കെതിരായുള്ള പ്രതിഷേധമായി നാട്ടിലാകെ പ്രകടിപ്പിക്കാവുന്ന മട്ടിലൊക്കെ സഖാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. K. ഇസ്മായിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു K. ഇസ്മായിൽ ഈ നടപടി പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് CPIക്കകത്ത് രൂപപ്പെട്ടു വരുന്ന നിലവിലുള്ള നേതൃത്വത്തിൻ്റെ അധാർമികവും വഴിവിട്ടതും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഇടതുപക്ഷ വിരുദ്ധവുമായ പോക്കിനെതിരെ ഉള്ള ഒരു പ്രതികരണത്തിൻ്റെ ഏകോപനമാണ് K. ഇസ്മായിൽ നിർവഹിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും K. ഇസ്മായിലിനെ ആരെയും ഞങ്ങൾ നടപടിയെടുക്കുമെന്ന ധാർഷ്ട്യമാണ് കാണിക്കുന്നതെങ്കിൽ ഈ പാർട്ടിയിൽ ഞങ്ങൾ മതി, ഞങ്ങൾക്ക് ശേഷം പാർട്ടി പോലും വേണ്ട എന്നായിരിക്കണം നിലവിലുള്ള സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിലെ ഇടതുപക്ഷം വലിയ പ്രതിസന്ധിയെ നേരിടുന്ന കാലത്ത്, കേരളത്തിൽ മാത്രം ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ഇടതുപക്ഷത്തെ ഒട്ടും സംഘടിത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഒട്ടും മോശമല്ലാത്തൊരു സ്ഥാനം ഇന്ത്യയിൽ ഇപ്പോഴും അവകാശപ്പെടാൻ കഴിയുന്ന CPI പക്ഷേ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആലോചിക്കാൻ K. ഇസ്മായിലിനെ മുൻനിർത്തി പാർട്ടി നേതൃത്വം തയ്യാറാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും K. ഇസ്മായിലിന് പാർട്ടി നടപടികൾ ഒരുപക്ഷേ ഈ തീയിൽ കുരുത്ത നേതാവ് എന്ന് പറയില്ലേ, പൊരുതി മുന്നേറുന്ന നേതാവ്, ആ നേതാവിന് പാർട്ടി സഖാക്കളുടെ ആത്മബന്ധം മതിയാകും അദ്ദേഹത്തിന് പൊരുതി നിൽക്കാൻ, പൊരുതി മുന്നേറാൻ. അത് അദ്ദേഹത്തിന് തുണയാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.